ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ഫ്രൈയുടെ റെസിപ്പിയും പിന്നെ കൃഷ്ണ ജയന്തിയുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ്റെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കിലോന് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സബോള കുനുകുന അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞതുണ്ട്, കറിവേപ്പിലുണ്ട് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുനുകുന അരിഞ്ഞ സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ആക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാല് നമ്മൾ കഴുകി വെള്ളം വാരി വെച്ച ചിക്കൻ അതിലിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മള് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് പകുതി വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും നമുക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് കുറേശ്ശെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതാപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ നമ്മുടെ ചിക്കൻ നന്നായി പിടിച്ചിട്ട് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടായിരുന്ന പരിപാടിയിലെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.